നമസ്കാരം. രാഹുൽ ഗാന്ധിക്കെതിരെ തെളിവുകളുമായി വന്ന സുബ്രഹ്മണ്യൻ സ്വാമിയുടെ പുതിയ വെളിപ്പെടുത്തലാണ് റിയൽ സ്റ്റോറി ചർച്ചയാക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ യഥാർത്ഥ പേര് എന്താണ്? അത് രാഹുൽ ഗാന്ധി എന്നായിരുന്നില്ലെന്നാണ് പുതിയ വെളിപ്പെടുത്തൽ. പറയുന്നത് മറ്റാരുമല്ല, സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമി തന്നെയാണ്. BJPക്കുള്ളിലെ വേറിട്ടൊരു നേതാവാണ് ഡോക്ടർ സുബ്രഹ്മണ്യ സ്വാമി. സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ കൂടിയായ അദ്ദേഹം തൻ്റെ അഭിപ്രായങ്ങൾ ഏതവസരത്തിലായാലും മറയും മടിയുമില്ലാതെ തുറന്നു പറഞ്ഞാണ് വ്യത്യസ്തനാകുന്നത്. BJPയിൽ നിന്ന് വിഭിന്നമായ അഭിപ്രായങ്ങൾ പറഞ്ഞ് പലപ്പോഴും BJPയെ തന്നെ രാജ്യസഭാ MP കൂടിയായ സ്വാമി കുഴക്കിയിട്ടുണ്ട്. ഏത് കാര്യവും വ്യക്തമായി മനസ്സിലാക്കി വ്യക്തമായ തെളിവുകളും രേഖകളുമായി ആധികാരികമായി പ്രതികരിക്കാറുള്ള സ്വാമിയോട് ആരും ഏറ്റുമുട്ടാൻ പോകാറില്ല എന്നതാണ് വാസ്തവം. കാരണം പേടിയാണ്. ജയലളിതയെ ഉൾപ്പെടെ നിയമ പോരാട്ടത്തിലൂടെ അഴിക്കുള്ളിലെത്തിച്ച ചരിത്രമുണ്ട് സുബ്രഹ്മണ്യ സ്വാമിക്ക്. കോൺഗ്രസ് പാർട്ടിയിലെ നേതൃത്വത്തിനെതിരെ പലപ്പോഴും ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളും നിയമയുദ്ധങ്ങളും നടത്തുന്ന സ്വാമി സോണിയാഗാന്ധിക്കെതിരെ നിരവധി വെളിപ്പെടുത്തലുകളും തെളിവുകളും നിയമ നടപടികളുമായി കോൺഗ്രസിന് തന്നെ എന്നും തലവേദന സൃഷ്ടിക്കാറുണ്ട്. ദിവസങ്ങൾക്ക് മുൻപ് പുതിയൊരു വെളിപ്പെടുത്തൽ സ്വാമി തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ നടത്തിയിരുന്നു. അതാണ് ഇപ്പോൾ വീണ്ടും ശ്രദ്ധ നേടുന്നത്. വിഷയം ഇതാണ്: റൗൾ വിൻസി. സ്വാമിയുടെ വിമർശന വിധേയമാകാറുള്ള കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിനെതിരെ തന്നെയാണ് ഇപ്പോഴും അദ്ദേഹം പുതിയ കണ്ടെത്തലുമായി വന്നിരിക്കുന്നത്. കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധിക്കെതിരെ പലപ്പോഴും വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുള്ള സ്വാമി ഇത്തവണ സോണിയാഗാന്ധിയുടെ മകനും കോൺഗ്രസ് അധ്യക്ഷനുമായ രാഹുൽ ഗാന്ധിയെയാണ് ലക്ഷ്യം വെച്ചത്. അതും രാഹുലിൻ്റെ യഥാർത്ഥ പേര് സംബന്ധിച്ച വിഷയത്തിൽ. രാഹുൽ ഗാന്ധിയുടെ യഥാർത്ഥ പേര് റൗൾ വിൻസി എന്നായിരുന്നു എന്നും ഇതേ പേരിലാണ് അദ്ദേഹം വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതെന്നും കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി രേഖകൾ ഉദ്ധരിച്ച് സ്വാമി തൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചു. രാഹുൽ ഗാന്ധിയുടേതെന്നുള്ള കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റിന്റെ പകർപ്പും ഫേസ്ബുക്ക് പോസ്റ്റിനോടൊപ്പം അദ്ദേഹം കൂട്ടിച്ചേർത്തു. പോസ്റ്റ് ഇതിനോടകം ചർച്ചയായെങ്കിലും കോൺഗ്രസ് പാർട്ടിയും രാഹുലും ഇതിനോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അത് ശ്രദ്ധേയമാണ്. ഇപ്പോൾ മറ്റൊരു ചോദ്യം ഉയരുന്നുണ്ട്: സോണിയാഗാന്ധിയുടെ മകളായ പ്രിയങ്ക ഗാന്ധിയുടെ യഥാർത്ഥ പേരെന്തെന്ന്? അത് വെളിപ്പെടാനിരിക്കുന്നതേയുള്ളൂ. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ ഇന്ത്യയിൽ ഒരു വൻ പൊട്ടിത്തെറി ഉണ്ടാക്കുന്ന വെളിപ്പെടുത്തൽ തന്നെയാണ് ഇത് എന്ന് വിലയിരുത്തുന്നു. പേരിലെ ഈ നിറവ്യത്യാസം പുറത്തറിയുന്നതോടെ ഇന്ത്യയിലെ സാധാരണ ഗ്രാമങ്ങളിൽ നിന്നുള്ള രാഹുൽ ഗാന്ധി എന്ന റൗൾ വിൻസിയോടുള്ള പ്രതികരണം ജനങ്ങളുടേത് എന്താകുമെന്നതും നോക്കിക്കാണേണ്ടതാണ്. നെഹ്റു കുടുംബത്തിൽപ്പെട്ടവർ എങ്ങനെ ഗാന്ധി എന്ന പേര് കൂട്ടിച്ചേർക്കുന്നു എന്ന് തുടങ്ങി സോണിയയുടെയും കുടുംബത്തിൻ്റെയും ഇന്ത്യൻ പശ്ചാത്തലം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പലപ്പോഴും സുബ്രഹ്മണ്യൻ സ്വാമി വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. ഏതായാലും ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് സുബ്രഹ്മണ്യൻ സ്വാമിയുടെ വെളിപ്പെടുത്തലുകൾ കോൺഗ്രസിന് തലവേദന സൃഷ്ടിക്കാൻ സാധ്യതയുള്ളതാണ്. ഏതായാലും സ്വാമിയുടെ പുതിയ വെളിപ്പെടുത്തലിലെ വാസ്തവത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ ഇരുപക്ഷവും ഏറ്റെടുത്തു കഴിഞ്ഞു. എന്തായാലും നെല്ലും പതിരും വേർതിരിക്കുന്നതിന് കോൺഗ്രസ് പാർട്ടിയുടെ പ്രതികരണങ്ങൾ കൂടിയേ മതിയാകൂ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.